ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അഗെയിൻ. അപ്പം ഞാൻ വീണ്ടും വന്നേക്കുന്നത് നമ്മുടെ മോഡൽ ക്വസ്റ്റ്യൻസിൻ്റെ രണ്ടാമത്തെ സെക്ഷൻ ബിയിൽ 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസുമായിട്ടാണ്. അതിൽ നമുക്ക് 10 ക്വസ്റ്റ്യനാണ് ഇതിൽ തന്നിട്ടുള്ളത്. അപ്പോൾ 2 മാർക്കിന് വേണ്ടിയിട്ട് വളരെ കുറച്ച് തന്നെ എഴുതിയാൽ മതിയാവും. നമുക്ക് ഈ ഒരു വീഡിയോയിലായിട്ട് കിടക്കുമ്പോൾ ഇതിൻ്റെ ആൻസർ ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം എഴുതണം എന്നുള്ളത് മനസ്സിലാവും. അപ്പം നമുക്ക് വേഗം തന്നെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അപ്പം ഇതിൽ 16ാമത്തെ ക്വസ്റ്റ്യനാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ബന്ധുര കാഞ്ചന കൂട്ടിലാണെങ്കിലും ബന്ധനം തന്നെ പാരിൽ. സാരാംശം എഴുതുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആൻസർ ഇതാണ്. വള്ളത്തോൾ നാരായണമേനോന്റെ ബന്ധനസ്ഥനായ അനിരുദ്ധൻ എന്ന കാവ്യത്തിലെ വരികളാണിവ. ഉഷയുടെ കൊട്ടാരത്തിൽ തടവിലായ അനിരുദ്ധൻ തൻ്റെ അവസ്ഥയെക്കുറിച്ച് ചിന്തിക്കുമ്പോഴാണ് ഈ വരികൾ എഴുതുന്നത്. എത്ര തന്നെ സൗകര്യങ്ങളുള്ള സ്വർണ്ണക്കൂട്ടിലായാലും അടിമത്തം എന്നത് കഷ്ടകരമാണെന്നും സ്വാതന്ത്ര്യത്തിന് പകരമായി മറ്റൊന്നുമില്ലെന്നുമാണ് ഇതിലൂടെ കവി അർത്ഥമാക്കുന്നത്. ഇത്രയും മാത്രം നമുക്ക് എഴുതിയാൽ മതിയാവും. അപ്പോൾ ഇത് ബന്ധനസ്ഥനായ അനിരുദ്ധൻ എന്ന കാവ്യത്തിലെ വരികളാണ് ഈ വരികൾ. വള്ളത്തോൾ നാരായണ മേനോനാണ് ഈ കൃതി രചിച്ചിട്ടുള്ളത്. അപ്പോൾ അത് വെച്ചിട്ടാണ് നമ്മൾ എഴുതേണ്ടത്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 17ാമത്തെ ക്വസ്റ്റ്യൻ. ബാല്യകാല സഖിയെക്കുറിച്ചുള്ള MP പോളിൻ്റെ നിരീക്ഷണം എന്താണ്? ആൻസർ: ബഷീറിന്റെ ബാല്യകാല സഖി മലയാള നോവൽ സാഹിത്യത്തിലെ ഒരു രക്തം തുപ്പുന്ന ജീവിത രേഖ ആണെന്നാണ് പ്രശസ്ത നിരൂപകൻ MP പോൾ നിരീക്ഷിച്ചത്. ഈ കൃതി കേവലം ഒരു കഥയല്ല, മറിച്ച് ജീവിതത്തിന്റെ പച്ചയായ യാഥാർത്ഥ്യങ്ങളെയും വേദനകളെയും ആവിഷ്കരിക്കുന്ന ഒന്നാണെന്ന് അദ്ദേഹം ഇതിലൂടെ വ്യക്തമാക്കുന്നു. 18ാമത്തെ ക്വസ്റ്റ്യനാണ്. NV കൃഷ്ണവാര്യരുടെ 2 രചനകളുടെ പേരെഴുതുക. അപ്പോൾ അതിൻ്റെ ആൻസർ, അതായത് NV കൃഷ്ണവാര്യരുടെ 2 രചനകളാണ് ഗാന്ധിയും ഗോഡ്സെയും. കവിതാ സമാഹാരമാണ്. രണ്ടാമതാണ് കൊച്ചുതൊമ്മൻ, അതും കവിതാ സമാഹാരമാണ്. കൂടാതെ പുഴകൾ, രക്തസാക്ഷി എന്നിവയും അദ്ദേഹത്തിൻ്റെ പ്രശസ്തമായ രചനകളാണ്. അപ്പോൾ എന്താണ് അദ്ദേഹത്തിൻ്റെ NV കൃഷ്ണവാര്യരുടെ പ്രധാനപ്പെട്ട 2 കൃതികളാണ് ഗാന്ധിയും ഗോഡ്സെയും കൊച്ചുതൊമ്മൻ എന്നിവ. കൂടാതെ നമ്മൾ പുഴകൾ, രക്തസാക്ഷി എന്നിവയൊക്കെ എഴുതാവുന്നതാണ്. ഇനി അടുത്തതാണ് 19ാമത്തെ ക്വസ്റ്റ്യനാണ്. മലയാള നോവൽ സാഹിത്യ ചരിത്രത്തിൽ MTയുടെ മഞ്ഞ് എന്ന നോവലിന്റെ സവിശേഷത എന്തല്ല? അപ്പോൾ അതിൻ്റെ ആൻസറാണ്: മലയാള നോവലിൽ ആധുനികതയുടെ മോഡേണിസ